പ്രൈസ് ലോർഡ്. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി ഗാനങ്ങൾ ആലപിക്കുന്ന വർഷിപ്പ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ കുഞ്ഞുങ്ങളെ ഓർക്കാം. എല്ലാവരും ദൈവം സഹായിക്കേണ്ടതിനായി ഇന്നത്തെ ബൈബിൾ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ജീവനോഗ്രമായ നല്ല സമയത്തിനായി സ്തോത്രം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രി എന്ന ഈ വാട്സാപ്പ് സൂം മീറ്റിംഗിൽ ദൈവമേ അടുത്തു വരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവിന്റെ ദയക്കായി, വിശ്വസതയ്ക്കായി, കരുണയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് രാത്രിയിലെ മീറ്റിംഗിനെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും പേരുവരായി ദൈവകരങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. ആമേ. ഇന്നത്തെ വർഷിപ്പ് ചെയ്യുന്ന കർത്താവദാസനെ, കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ദൈവരെ ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. തുടർന്നടക്കുന്ന ബൈബിൾ ക്ലാസ്സും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം പകരണം. കർത്താവദാസനെ കൂട്ടിവരുത്തണം. ദൈവമായ കർത്താവേ, ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. ആമേ. ഫൗണ്ടർ ചെയർമാനെ കുടുംബമായി ഓർത്ത് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. ദൈവം സഹായിക്കണം. എല്ലാ കോർഡിനേറ്റേഴ്സിനായി, ഡയറക്ടേഴ്സിനായി സ്തോത്രം ചെയ്തു. എല്ലാവരും ദൈവം സഹായിക്കണം, അനുഗ്രഹിക്കുമാറാണ്. സഹോദരിമാരെ മീറ്റിങ്ങിനെ, സഹോദരിമാരെ എല്ലാവരും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവി നാമത്തിൽ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവും വന്ദനവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടി കൂടുവാൻ അതിനായി കർത്താവിന്റെ ദാസൻ ജോസഫ് പോസെ കുഞ്ഞുങ്ങളെ ക്ഷണിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവേ നാമത്തിൽ നിങ്ങളുടെ സന്ധ്യാവനം അറിയിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ദിവസവും അല്ലെങ്കിൽ വചന പഠനത്തിനായി ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും കടന്നു വരാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. അല്പസമയം കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. കർത്താവെ, ദൈവന്മാരിൽ നിനക്ക് തുല്യനാര്, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാര്. എന്താ പാട്ട് പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നിനക്ക് തുല്യനായ സ്വർഗത്തിലും
ഈ പ്രഭാത സമയം ഈ സമയം വരെ ഞങ്ങൾ ആപത്തുകളിൽ പരിപാലിച്ചതിനായി സ്തോത്രം കരയുന്നു. യേശു പ്രാർത്ഥനകളിൽ ഞങ്ങൾക്ക് കടന്നു വരുന്ന ആരാധിപ്പാനും സുഖപ്പെടുത്തുവാനും ഈ ഒരു സമയത്തിനായി സ്തോത്രം കരയുന്നു. വചന പഠന ക്ലാസ്സിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെ ഓർത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഏറ്റവും അനുഗ്രഹമായിട്ട് നടത്തുന്ന പ്രാർത്ഥന ഈ അനുഗ്രഹം കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ വെള്ളിയാഴ്ചയും നടത്തി വരുന്ന ബൈബിൾ ക്ലാസ് ഈ വെള്ളിയാഴ്ചയും നമുക്ക് തുടരുവാൻ കർത്താവ് സഹായിച്ചു. ചുരുക്കം ചിലരായി ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച സ്തോത്രം ചെയ്യാം.
ഇന്നത്തെ ബൈബിൾ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി കർത്താവിന്റെ ദാസന ദൈവം കൂട്ടിവരുത്തേണ്ടതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലതും മനോഹരവുമായ ഈ രാത്രി വേളയ്ക്കായി സ്തോത്രം. കർത്താവ് ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ സൂം പ്ലാറ്റ്ഫോമിൽ എല്ലാ വെള്ളിയാഴ്ചയും നടത്തിവരുന്ന ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ നല്ല ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ വൻ കൃപകൾക്കായി സ്തോത്രം. ഗാനങ്ങൾ ആലപിച്ച ആമേൻ, ആരാധനയിൽ ആമേൻ ഹല്ലേലൂയ നയിച്ച ദേവദാസനെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ദൈവരെ സഹായിക്കണം, അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ കഴിയാതെ വണ്ണമായിരിക്കുന്ന ദേവദാസന്മാർക്കായി സ്തോത്രം. കർത്താവെ എല്ലാം സഹായിക്കണമേ നാഥ. ഹല്ലേലൂയ. കർത്താവെ ഇന്നത്തെ ബൈബിൾ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ഹാലന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രവൃത്തി മിനിസ്ട്രിയിൽ കൂടി വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമായ കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ദൈവമേ കർത്താവേ ഹല്ലേലൂയ. ഫേസ്ബുക്ക് ആമേൻ പേജുകൾ, ആമേൻ ഹല്ലേലൂയ, യൂട്യൂബ് ചാനലുകൾ, ആമേൻ വാട്സാപ്പ് കൂട്ടായ്മകൾ, സൂം മീറ്റിങ്ങുകൾ എല്ലാം അനേകർക്ക് ആശ്വാസമായി തീരുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ദൈവമേ മിനിസ്ട്രിയെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. മിനിസ്ട്രി ദൈവം അനുഗ്രഹിക്കുമാറാകണം. മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ദൈവമായ കർത്താവേ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഉത്സാഹമുള്ളവരാക്കി തീർക്കണം. ഡയറക്ടേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ അലസതയും മടിയെല്ലാം മാറ്റി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗം ഇടയാക്കണമേ. കർത്താവേ ഹല്ലേലൂയ. ദൈവമായ കർത്താവേ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. മെന്റേഴ്സിനായി സ്തോത്രം. എല്ലാവരും ദൈവം സഹായിക്കണമേ. തോമസ് അങ്കിൾ കുടുംബത്തിനായി സ്തോത്രം. ഞങ്ങൾക്കായി സ്തോത്രം. മാതാവിനായി സ്തോത്രം. ഹല്ലേലൂയ. സഹോദരിമാരുടെ ഹല്ലേലൂയ മീറ്റിംഗിനായി സ്തോത്രം. ദൈവം എല്ലാവരെയും സഹായിച്ച് ആമേൻ സ്തോത്രം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ബൈബിൾ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തിരുവാൻ സ്വർഗമിടയാക്കണം. കർത്താവിന്റെ ദാസനതയും ബലപ്പെടുത്തുകയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ ഹല്ലേലൂയ. ചുരുക്കം ചിലരായി ദൈവസ്ഥനായിരിക്കുന്നുവെങ്കിലും പിതാവ് നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്നത്തെ ആമേൻ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്കായി സ്തോത്രം. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ബൈബിൾ ക്ലാസ് നയിക്കുന്ന കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ ദൈവദാസൻ ഹാലൻ കൊട്ടാരക്കരയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. കർത്താവിൽ നാം കുട്ടിവരുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ളതായ നിമിഷങ്ങൾ ആമേൻ കർത്താവിന്റെ ദാസനെ ദൈവവചനം പഠിപ്പിക്കുവാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം. പക്ഷേ മൈക്ക് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ വളരെ ചുരുക്കം പേരാണ് നമ്മൾ ആയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുമ്പനാട് കൺവെൻഷൻ അതിൻ്റെതായ രീതിയിൽ
വന്നുകൊണ്ടിരിക്കുമ്പോൾ പലരും ആബ്സെന്റ് ആയിരിക്കും എന്ന് എനിക്ക് നല്ലപോലെ എനിക്കറിയാം. കാരണം അങ്ങനെയുള്ള കാര്യാദികൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ, കൺവെൻഷന്റെ സമയങ്ങളാണല്ലോ ഇപ്പോഴത്തെ സമയങ്ങൾ. അപ്പോൾ ബൈബിൾ സ്റ്റഡിക്കും മറ്റു പലതിനും വ്യക്തികൾ വളരെ കുറവുണ്ടാകും. എങ്കിലും ചുരുക്കം പേരായിരിക്കുന്ന നമുക്ക് ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡിയിൽ കടന്നു വന്ന് സംബന്ധിപ്പാൻ ദൈവം ഒരുക്കിയ മകൾ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പകരതും ഭംഗിയായിട്ട് നിർവഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ പഠിച്ചത് എന്താണ്, വരത്തിന്റെ വിഭജിക്കലാണ് നമുക്ക് അതിശക്തമായിട്ട് പഠിക്കാൻ കഴിഞ്ഞത്, അല്ലേ? അപ്പോൾ അത് നമ്മള് ചിലരെ അപ്പോസ്തലന്മാരായിട്ട്, ചിലരെ പ്രവാചകന്മാരായിട്ട്, ചിലരെ സുശേഷകന്മാരായിട്ട്, ഇടയന്മാരായിട്ട്, അതുപോലെ തന്നെ എന്താണ് ചിലരെ ഉപദേഷ്ടകന്മാരായിട്ട്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യാദികളെ പറ്റി നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്താണ്, കൃപാവരത്തിന്റെ ഉദ്ദേശത്തെ പറ്റിയാണ്. കൃപാവരത്തിന്റെ ഉദ്ദേശത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. The purpose of the gifts of God, or the purpose of the gifts. അപ്പോ കൃപാവരത്തിന്റെ ഉദ്ദേശത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ദ പർപ്പസ് ഓഫ് ദ ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപാവരത്തിന്റെ ആ ഉദ്ദേശത്തെ പറ്റി ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നു. എഫെസ്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. എഫെസ്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12 മുതൽ ഏകദേശം 16 വരെയുള്ള വാക്യങ്ങളിലാണ് അതിന്റെ ഉദ്ദേശത്തെ പറ്റി വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് വരത്തിന്റെ ഉദ്ദേശം, വരത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ദ ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപാവരങ്ങൾ. ദ ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃപാവരങ്ങളാണ്. അപ്പൊ ഈ കൃപാവരങ്ങൾ ഏതൊക്കെ തരത്തിൽ, അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ്, ആ കാര്യത്തെപ്പറ്റി സവിസ്താരം നമുക്ക് പഠിക്കാം. എഫെസ്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം തിരുവചനം ദൈവമക്കൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിച്ച് സഹായിച്ചാൽ ഉപകാരമായിരിക്കും. അതിന്റെ 12, എഫെസ്യർ ലേഖനം 4-ന്റെ 12 ദൈവമക്കൾക്ക് ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വായിച്ച് സഹായിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. വായിച്ചാട്ടെ. അത് നാം എല്ലാവരും, അല്ലെ? അവിടെ നിന്ന് വായിക്കണേ. അത് നാം ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ യുടെ അളവും പ്രാപിക്കുവോളം. ഓക്കെ, പ്രാപിക്കുവോളം അതിന്റെ 11, 12, അതുപോലെ തന്നെ അതിന്റെ 13, 16 വാക്യങ്ങള് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. നമുക്ക് എന്താണ് ഇവിടെ തന്നെ വരത്തിന്റെ ഉദ്ദേശം, വരത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നാം എന്താ ചെയ്യും? ആത്മീകമായിട്ട് വളരുക. നാം എന്താണ്? ആത്മീകമായി വളരുക. എല്ലാവരും പറഞ്ഞേ, ആത്മീകമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വളരണം. അപ്പൊ ദ പർപ്പസ് ഓഫ് ഗിഫ്റ്റ്സ്, അതായത് കൃപാവരങ്ങളുടെ ഉദ്ദേശം, കൃപാവരത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആത്മീകമായിട്ട് നമ്മൾ വളരണം, അഥവാ ശൈശവത്തെ നമ്മൾ ജയിക്കണം. ശൈശവ ദിശയെ നമ്മൾ ജയിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ആ കാര്യങ്ങളെ പറ്റി എന്താണ്? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ സമ്പൂർണമായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം, അല്ലേ? ഇതാണ് പ്രായത്തിന്റെ. നിങ്ങൾ ആ പദം വായിച്ചോ? ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പദം വായിച്ചോ? പ്രായത്തിന്റെ, അല്ലേ? അല്ലേ? പ്രായത്തിന്റെ അല്ലേ കൊടുത്തിരിക്കുന്നത്? പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം. അപ്പം സഭയുടെ തലയായ ക്രിസ്തു
എന്താണ് സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഉപദേഷ്ടകന്മാര് നമ്മൾ 5 കൂട്ട വ്യക്തികളെ തരംതിരിച്ച് നൽകിയിരിക്കുമ്പോൾ തന്നെ ദൈവം തലയാകുന്ന ക്രിസ്തുവിലൂടെ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷ മേഖലകളുണ്ട്. അപ്പോ തലയാകുന്ന ക്രിസ്തുവിന്റെ ശരീരമാണ് ഏത്? ദൈവസഭ, അല്ലെ? ഈ ശരീരമാണ് ദൈവസഭ. അപ്പം ഈ ദൈവസഭ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കണം, അഥവാ ആത്മീകമായിട്ട് വളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടണമെന്ന് നമ്മൾ ഈ വാക്യങ്ങളിലൂടെ നമുക്ക് ശക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഏകദേശം 4-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യങ്ങളെ പറ്റി സവിസ്താരം എന്ത് ചെയ്യുന്നു. അപ്പം ഈ ആത്മീകമായിട്ടുള്ള വളർച്ച, ഒരു വ്യക്തിയിൽ ആത്മീകമായിട്ടുള്ള വളർച്ച ഉണ്ടാകുന്നത് ഹൃദയത്തിൽ നിന്നാണ്, അല്ലെ? ഹൃദയത്തിൽ നിന്നാണ് ഈ ആത്മീകമായിട്ടുള്ള വളർച്ചകൾ ഉണ്ടാകുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിക്കുക. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ലീഗ പറയുന്നു, നിങ്ങൾ എന്താണ്? ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിനെ അനുസരിച്ച് നടന്നില്ല എങ്കിൽ ജയിക്കാൻ പറ്റത്തില്ല, വളരാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നു? അപ്പം ആത്മീകമായിട്ട് നമുക്ക് വളരണമെങ്കിൽ നമ്മളിൽ ആത്മാവ് ഉണ്ടായിരിക്കണം, ആത്മാവിനെ അനുസരിച്ച് നാം ജീവിക്കുന്നവരായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു കുട്ടി ജനിച്ചു വീണാൽ പിന്നെ എന്ത് ചെയ്യുന്നില്ല, പിന്നെ താഴോട്ടല്ല പോകുന്നത്, പിന്നെ മുകളിലോട്ടാ പോകുന്നത്, അല്ലെ? ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ ആയിരുന്നു. ബട്ട് ഞാനൊരു പുരുഷനായപ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു പക്വതയുള്ള തലത്തിലേക്ക് എത്തപ്പെട്ടപ്പോൾ ആ ശിശുവിനെ പോലെയല്ല ചിന്തിക്കുന്നത്, ഞാൻ ആ പക്വതയുള്ള ലെവലിലാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നാണ് പൗലോസ് ലീഗ ഇവിടെ ഈ വചനത്തിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോ ഈ വരത്തിന്റെ ഉദ്ദേശം നാം ആത്മീകമായിട്ട് വളരണം. വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദിനം പ്രതി താഴോട്ടല്ല, നമ്മൾ ഓരോ ദിവസവും നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം, അല്ലെ? ഇപ്പൊ നമുക്ക് നോക്കിയാൽ ലേബർ റൂമിൽ ഡെലിവറി കഴിഞ്ഞ ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയാൽ ആ കുട്ടി ഉടനെ കൈ പിടിച്ചിട്ട് ബാ അമ്മ നമുക്ക് പോകാം എന്ന് പറയില്ല. ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് അത് ഓരോ ആഴ്ചകൾ കഴിയും തോറും ശരീരത്തിന്റെ വ്യത്യാസ നിമിത്തം അത് ഓരോ തലത്തിൽ അത് വരാൻ തുടങ്ങും. ആ കുട്ടി വളരാൻ തുടങ്ങും. വളർന്ന് അവസാനം കമന്ന് വീണ് മലർന്നു വീണ് ഏതൊക്കെ തരത്തിൽ അതിനൊക്കെ ഒരു ആയാസം ഉണ്ടാകുമോ അതൊക്കെ തരത്തിൽ അത് വളർന്ന് അവസാനം മുട്ടയിലടയാൻ തുടങ്ങും. അവസാനം അത് എന്ത് ചെയ്യും? പതുക്കെ എഴുന്നേക്കാൻ നോക്കും, പിന്നെ പതുക്കെ നടക്കാൻ നോക്കും. ഇതൊക്കെ വീണായിരിക്കാം ഒരുപക്ഷെ ഇത് ഇങ്ങനെ ആരംഭം കുറിക്കുന്നത്, അല്ലേ? അപ്പം അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇത് പതിയെ അതിന് പ്രായം കൂടുന്നതനുസരിച്ച്, വയസ്സ് ഉണ്ടാകുന്നതിനനുസരിച്ച് അത് നടക്കാൻ തുടങ്ങും. ഇവിടെ പൗലോസ് ലീഗ പറയുന്നതും നമ്മൾ ഇതുപോലെ ആത്മീയമായിട്ടൊരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ജനിച്ച പാടെ നമ്മൾ ഇപ്പോഴും അങ്ങനെ കിടക്കുക. സഭകളെ നോക്കി പൗലോസ് ലീഗ ശക്തമായിട്ട് പറയുന്നു, ദൈവം ഈ കൃപാവരം തന്നതിന്റെ ഒരു ഉദ്ദേശമുണ്ട്. ഇത്രയും കൃപകളെ പറ്റി നമ്മൾ മുൻ പേജുകളിൽ പഠിച്ചു. നമ്മൾ ആത്മീയമായിട്ട് നടക്കണം, അല്ലേ? നമ്മൾ ആത്മീയമായിട്ട് നടക്കണം. അതിനുള്ളതാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. എന്താണ്? സഭയുടെ നടത്തം അല്ലെങ്കിൽ സഞ്ചാരം, വാക്ക് ഓഫ് ദ ചർച്ച്. അപ്പൊ സഭ നടക്കണം. സഭ നടക്കുക എന്ന് പറഞ്ഞാൽ സഭയിലായിരിക്കുന്ന ഓരോ വ്യക്തികളും ആത്മീയമായിട്ട് നടക്കണം. ഏതൊക്കെ രീതിയിൽ? ഐക്യതയിൽ നടക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വ്യത്യാസത്തിൽ നടക്കണമെന്ന് പറഞ്ഞു. ആ വ്യത്യാസത്തിൽ നടക്കുന്നതിന്റെ കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ വ്യത്യാസത്തിൽ നടക്കണം. നമ്മൾ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഒരു വലിയ വ്യത്യാസം ഉണ്ടാകണം. ആത്മീയമായിട്ട് നമുക്ക് വ്യത്യാസം ഉണ്ടായില്ലെങ്കിലോ? ബോട്ടിസം ബാധിച്ച കുട്ടിയെ പോലെ, ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ബോട്ടിസം ബാധിച്ച് കിടക്കുന്ന ഒരു കുട്ടിയെ പോലെ ആൾക്കാർ ചിന്തിക്കും. അത് വരാതിരിക്കാൻ നാം എന്ത് ചെയ്യണം? നമ്മൾ ആത്മീകമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വളർന്നുകൊണ്ടേയിരിക്കണം. ആത്മീകമായിട്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം. ഇവിടെ സഭ ആത്മീകത്തിൽ വളരണം. എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47 നമുക്ക്
കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട് അല്ലെ. ഒരു പുരുഷൻ ചരടുമായിട്ട് നടക്കുക, അളന്നുകൊണ്ട് നടക്കുകയാ. 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടെ കടക്കുമാറാക്കി. വെള്ളം എത്രയായി? നരിയാണിയോളമായി അല്ലെ. അത് കഴിഞ്ഞിട്ട് മുട്ടോളമായി. പിന്നെ 1000 മുഴം അളന്നപ്പോൾ അത് അരയോളമായി. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വീണ്ടും 1000 മുഴം അളന്നപ്പോൾ അളക്കാൻ പറ്റുന്നില്ല. കാരണം നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത. നിങ്ങൾ ആ അർത്ഥം പിടികിട്ടിയോ? പലയാവർത്തി നമ്മൾ ചർച്ചകളിൽ അത് പ്രസംഗിക്കുമ്പോൾ കൈയടിച്ച് ആത്മനിറവ് പ്രാപിക്കുന്നവരാണെങ്കിൽ പോലും വളരെ ശ്രദ്ധിക്കണം. അപ്പൊ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്തൊരു ആത്മനദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീന്തുക. ഒരു വ്യക്തി വെള്ളത്തിൽ നീന്തുമ്പോൾ എന്ത് മാത്രമേ മുകളിൽ കാണത്തുള്ളൂ? പറഞ്ഞേ, എന്താ മുകളിൽ കാണുന്നേ? വെള്ളത്തിൽ തല മാത്രമേ മുമ്പിൽ കാണത്തുള്ളൂ. ഈ തല അല്ലെ, നീന്തി പോകുന്ന ഒരു വ്യക്തിയുടെ തല മാത്രമേ, ബാക്കിയെല്ലാം വെള്ളത്തില. തല മാത്രമേ മുകളിൽ കാണത്തുള്ളൂ. അർത്ഥാൽ ഇത്രേ ഉള്ളൂ, ക്രിസ്തു എന്താണ്? സഭയുടെ തലയാണ്. ക്രിസ്തു സഭയുടെ തലയായതുകൊണ്ട് ശരീരം മൊത്തം, നമ്മുടെ ഈ ശരീരം മൊത്തത്തിൽ എന്താണ്? ഈ ശരീരം മൊത്തത്തിൽ വെള്ളത്തിനടിയില, അഥവാ ഈ വെള്ളത്തിനടിയിൽ കിടക്കണം. അപ്പം ശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത് സഭയാണ്. തല ക്രിസ്തു മുകളിലും ശരീരമാകുന്ന സഭ മൊത്തത്തിൽ ആത്മീകത്തിനകത്തായിരിക്കണം, പരിശുദ്ധാത്മാവിൽ കവേർഡായിരിക്കണം. ഈ ദൂത് മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പിടികിട്ടിയോ? അപ്പൊ നമ്മുടെ ഈ ശരീരം മൊത്തത്തിൽ എന്തായിരിക്കണം? വെള്ളത്തിനടിയിൽ, അഥവാ ഇത് പരിശുദ്ധാത്മാവിൽ ആയിരിക്കണം. തല മൊത്തത്തിൽ, ഈ ശരീരം മൊത്തത്തിൽ. അപ്പൊ തല ക്രിസ്തുവാണെങ്കിൽ, ശരീരം സഭയാണെങ്കിൽ, സഭ മൊത്തത്തിൽ ആത്മാവിലായിരിക്കണം, സഭ മൊത്തത്തിൽ ആത്മീകത്തിലായിരിക്കണം. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ ഇവിടെ കൃപാവരത്തിൽ ദൈവം നൽകിയത് കൊണ്ട് താൻ ഉദ്ദേശിക്കുന്ന കാര്യം. മനസ്സിലാകുന്നവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവാകുന്ന തല എപ്പോഴും മുകളിലായിരിക്കണം. യോഹന്നാൻ സ്നാപകൻ എന്താ പറഞ്ഞത്? യേശുവോ വളരണം, ഞാനോ കുറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം, സഭയാകുന്ന ഈ ശരീരം വെള്ളത്തിനടിയിലായിരിക്കണം, കാണാൻ പറ്റത്തില്ല. ലോകം കാണുന്നത് തലയാകുന്ന ക്രിസ്തുവിനെയാണ്. അപ്പൊ നമ്മളിലൂടെ ലോക മനുഷ്യർ കാണേണ്ടത് ആരെയാണ്? നമ്മളതിനെ മുൻകൂട്ടി പഠിച്ചു. 3-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാ. എന്നിലൂടെ, നിങ്ങളിലൂടെ, നമ്മളിലൂടെ ലോകം തലയാകുന്ന ക്രിസ്തുവിനെ മാത്രമേ കാണാവൂ. ശരീരത്തെ കാണാൻ പാടില്ല. സഭയെ കാണരുത്. സഭയല്ല കാണേണ്ടത്, ശരീരത്തെ അല്ല കാണേണ്ടത്, തലയാ കാണേണ്ടത്. അപ്പോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, ദ പർപ്പസ് ഓഫ് ദ ഗിഫ്റ്റ്സ്, വരത്തിന്റെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ. ആത്മീകമായിട്ട് നാം എന്ത് ചെയ്യണം? വളരണം എന്ന് പൗലോസ്ലീഹ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12 വായിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഗിഫ്റ്റ്സ്, ഈ വരത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം പക്വതയിലേക്ക് എത്തണം. ഒന്ന്, നാം എന്ത് ചെയ്യണം? പക്വതയിലേക്ക് എത്തണം. മെച്യൂരിറ്റിയിലേക്ക്, നാം പക്വതയിലേക്ക് എത്തണം. ഗോഡ് ഇറ്റ്. ദൈവം നമുക്ക് ആത്മീകമായിട്ട് ഈ ഗിഫ്റ്റ്സുകൾ നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടി അറിയാമോ? നാം എന്ത് ചെയ്യണം? ഒന്നാമതായിട്ട് പക്വതയിലേക്ക് എത്തണം, മെച്യൂരിറ്റിയിലേക്ക് സഭ എത്തപ്പെടണ്ടേ? നിങ്ങൾ എത്ര പേര് എന്നെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല പ്രിയപ്പെട്ടവരെ. നാം എന്ത് ചെയ്യണം? പക്വതയിലേക്ക് എത്തപ്പെടണം. പക്വത ഉണ്ടായിരിക്കണം. ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പാല് കുടിപ്പാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, മെച്യൂരിറ്റിയിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. ഈ കാലം അത്രയും കളഞ്ഞു പോയിട്ടും അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടും നോക്കണേ, 2024 നാം എത്തി നിൽക്കുമ്പോഴും ഇപ്പോഴും സഭ ഒരു പൂർണ്ണതയിലേക്ക് എത്തപ്പെട്ടിട്ടില്ല, ഒരു പൂർണ്ണ തലത്തിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. അഥവാ അർത്ഥാൽ പക്വതയിലേക്ക് സഭ എത്തപ്പെട്ടിട്ടില്ല. സഭ ഇപ്പോഴും അതിന്റെ ശൈശവത്വം തുറന്നുകൊണ്ടേയിരിക്കുക. ശൈശവ ദിശയിൽ സഭ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പ്രശ്നങ്ങൾ വരുമ്പോൾ, ഉപദ്രവങ്ങൾ വരുമ്പോൾ, മഹാപീഡകൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തലത്തിൽ സഭ എന്ത് ചെയ്യുന്നു? ചെറുതാകുന്നു, സഭ മാറിപ്പോകുന്നു അല്ലേ?
സഭ മാറിപ്പോകുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭകളെ നിങ്ങൾ പഠിച്ചു നോക്കിയേ. 1-ാം നൂറ്റാണ്ടിലെ സഭകൾ എന്ന് പറഞ്ഞാൽ പക്വത പ്രാപിച്ച സഭകളായിരുന്നു, പൂർണ്ണതയുള്ള സഭകളായിരുന്നു. അല്ലേ? ജയിലറയീർച്ചവാളോ മരണമോ വന്നിടട്ടെ, അല്ലേ? തീച്ചൂള സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂ ജയിലറയീർച്ചവാളോ മരണമോ വന്നിടട്ടെ. പഴയ നിയമത്തിലെ ഭക്തന്മാർ പാടിയ പാട്ടുകളാ. 1-ാം നൂറ്റാണ്ടിലെ സഭ പക്വതയുള്ള സഭയായിരുന്നു, അല്ലേ? തീച്ചൂള സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂ ജയിലറ ഈർച്ച വാളോ മരണമോ വന്നിടട്ടെ, ഞങ്ങൾ പതറത്തില്ല. കാരണം പക്വത ഉള്ളവരായിരുന്നു, പൂർണ്ണതയുള്ളവരായിരുന്നു. അവർ മെച്ചൂരിലേക്ക് എത്തപ്പെട്ടതായതുകൊണ്ട് രാജാക്കന്മാർ വിവിധ തരത്തിലുള്ള പെർസിക്യൂഷൻസ്, ഉപദ്രവങ്ങൾ അഴിച്ചുവിട്ടിട്ടും നെഞ്ചും വീറും കൊടുത്ത് തലയും കൊടുത്ത് സ്റ്റെപ്പ് വെച്ച് എന്ത് ചെയ്തു? മുന്നിൽ ഇരുന്നിട്ടുള്ളതല്ലാതെ അവരാരും പിറകോട്ട് പോയിട്ടില്ല. പക്ഷെ 2024 നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, സഭയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഓലപ്പാമ്പ് കാട്ടി പിശാചി പലതും പേടിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ പീഡനത്തിൽ പോകാതെ പേടിച്ച് പലായനം ചെയ്യുന്ന, ഒളിക്കുന്ന, മാറിപ്പോകുന്ന വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും, അല്ലേ? നെഞ്ചു കൊടുത്തു നിന്നവരാ പണ്ട്, രക്തം കൊടുത്തു നിന്നവരാ പണ്ട്. നമുക്കറിയാം, വിശ്വാസികളുടെ രക്തം, സുവിശേഷികളുടെ രക്തം സഭയുടെ വിത്താണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് പണ്ടത്തെ കാലഘട്ടത്തിൽ. പക്ഷെ ഇന്നിന്റെ കാലഘട്ടത്തിൽ പൗലോസ് പറയുന്നു, സഭയുടെ അവസ്ഥ ഇപ്പോഴും മെച്യൂരിറ്റി, അതായത് പക്വതയിലേക്ക് എത്തപ്പെട്ടിട്ടില്ല, പൂർണ്ണതയിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. നിസ്സാര വിഷയങ്ങൾ കടന്നു വരുമ്പോൾ, നിസ്സാര പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഇട്ടിട്ട് ഓടുകയാണ് ചെയ്യണേ, അല്ലെ? അല്പാൽപ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ പകച്ചു പോകുകയാ, പേടിച്ചു പോകുകയാ. ഏലിയാവ് എന്താ ചെയ്തേ? ഒന്നാലോചിച്ച് നോക്കിയ, ഏലിയാവ് എന്താ ചെയ്തേ? ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം ഏലിയാവ് ജിസബേൽ എന്നുള്ളതായ സ്ത്രീ ഏലിയാവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുക, ആളെ അയച്ചിട്ട് പറയുക, എന്താണ്? നാളെ ഈ നേരത്ത് നിന്നെ ഞാൻ എന്ത് ചെയ്യും? കൊല്ലും. നാളെ ഈ നേരത്ത് നിന്നെ ഞാൻ എന്ത് ചെയ്യും? കൊന്നിരിക്കും. ഇതാണ് ഇസബേലിന്റെ വെല്ലുവിളി. ആ വെല്ലുവിളിയുടെ മുമ്പിൽ ശക്തനായ പ്രവാചകൻ പോലും കുലുങ്ങിപ്പോയി, അല്ലേ? ശക്തനായിട്ടുള്ള ദൈവദാസൻ പോലും എന്ത് ചെയ്തു? വിറച്ചുപോയി വാക്കുകളുടെ മുമ്പിൽ. അപ്പൊ പിശാചിന്റെ ലക്ഷ്യം നമ്മളെ ഭയപ്പെടുത്തുക, ആ ഭയത്തിലൂടെ നമ്മളെ എന്ത് ചെയ്യുക? പേടിപ്പിക്കുക, ആ പേടിയിലൂടെ നമ്മളെ തകർക്കുക. ഇതാ പിശാചിന്റെ ലക്ഷ്യം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എന്തുകൊണ്ട് നാം ഭയപ്പെടുന്നു? എന്തുകൊണ്ട് നാം പേടിക്കുന്നു? പിശാച് നമുക്കെതിരെ വാക്കുവാദങ്ങളും പിശാച് ഇതുപോലെയുള്ളതായിട്ടുള്ള വെല്ലുവിളികളും നമുക്കെതിരെ നടത്തുമ്പോൾ, വ്യക്തികളിലൂടെ പിശാച് നമുക്കെതിരെ വെല്ലുവിളികൾ നടത്തുമ്പോൾ നാം മനുഷ്യരാണ്, നാം ഭയന്നു പോകും, നാം പേടിച്ചു പോകും. അവന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ, അവന്റെ വിരൽ ചൂണ്ടലിന്റെ മുമ്പിൽ നാം അറിയാതെ വീണു പോകും. എന്തുകൊണ്ട് ഇത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ പൗലോസ്ലീഹയുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാല്, സഭ, നാം പക്വതയിലേക്ക്, മെച്യൂരിറ്റിയിലേക്ക് എത്തപ്പെട്ടിട്ടില്ല ഇതുവരെയും. അങ്ങനെ എത്തപ്പെടാത്തത് കൊണ്ടാണ് ഇപ്പോഴും നാം എന്ത് ചെയ്യുന്നത്? ഭയത്തിന് അധീനരായി തീർന്നുകൊണ്ടിരിക്കുന്നത്, പേടിച്ചു മാറിയിരിക്കുന്നത്. ഒരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പം അതിന്റെ മുമ്പിൽ മുട്ടിട്ട് വിറച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഐ ക്യാൻ ഡു നത്തിങ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ വിത്ഡ്രോ ചെയ്യുന്ന ലെവലാണ്, പിൻവലിക്കുന്ന അവസ്ഥയിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുകയാണ്. പൗലോസ്ലീഹ ശക്തമായിട്ട് ഭാഷയിൽ പറയുന്നു, സഭയ്ക്ക് എന്തുണ്ടാകണം? മെച്യൂരിറ്റി ഉണ്ടാകണം. ഓക്കെ, എലിയാവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇസബേൽ പറയുകയാ, വെല്ലുവിളിക്കുകയാ, അവന്റെ വാക്കുകൾ കൊണ്ട് ഭയപ്പെടുത്തുകയാ. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിന്നെ കാണിച്ചു തരാം. വെല്ലുവിളി. അപ്പൊ ഈ വെല്ലുവിളിയിൽ ശക്തനായ പ്രവാചകൻ, അല്ലെ, തിശ്ബയിൽ നിന്ന് വന്ന തിശ്ബനായ ഏലിയാവ്, വാക്കുകൾ കൊണ്ട് തന്നെ അതിനൊരു ബലമുള്ള ഏലിയാവ് ഭയന്നുപോയി, അല്ലെ? ആഹാബിന്റെ കൊട്ടാരത്തിൽ പോയി വിരൽ ചൂണ്ടി ദൈവിക ആലോചന അറിയിച്ച പ്രവാചകൻ, ഭയമില്ലാതെ നിന്ന പ്രവാചകനെ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥ നോക്കണേ. പേടിയില്ലാതിരുന്ന പ്രവാചകനെ, ഒരു പേടിയുമില്ലാതെ നെഞ്ചും തണ്ടും കൊടുത്ത് മുന്നിൽ നിന്നുകൊണ്ട്, നിങ്ങൾ ഒരു രാജാവിന്റെ കൊട്ടാരത്തിൽ കയറി അവനെതിരെ വെല്ലുവിളിക്കണമെങ്കിൽ ചിന്തിച്ചു നോക്കിയേ.
അപ്രകാരം വെല്ലുവിളിച്ച പ്രവാചകൻ ഇപ്പോൾ ഭയന്നിരിക്കുകയാ, പേടിച്ചിരിക്കുകയാ. എവിടെ? ചൂരച്ചെടിയുടെ എത്രയോ ദൂരം പോയി ബാല്യക്കാരുടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അവിടെ വിജനമായ ഒരു സ്ഥലത്ത് പോയി ചൂരച്ചെടിയുടെ, ആരും കാണാതെയുള്ള ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടന്നുകൊണ്ട് പറയുന്ന ഒരേ ഒരു പദം: മരിച്ചാൽ മതി, മരിച്ചാൽ മതി, ഇവിടം കൊണ്ട് അങ്ങ് തീരാം, ഇവിടം കൊണ്ട് അവസാനിക്കാം. നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പിശാച് ഇതേപോലെയുള്ള വേലകളല്ലേ ഇടുന്നത്? ഇതുപോലെയുള്ള പ്രശ്നങ്ങളല്ലേ പിശാച് ഇടുന്നത്? ഇതുപോലുള്ള അവസ്ഥകളല്ലേ പിശാച് ഇടുന്നത്? ശ്രദ്ധിക്കണമേ, പിശാച് തന്ത്രശാലിയാണ്. അവൻ ഇണങ്ങിയും വരും, പിണങ്ങിയും വരും. എന്തിനു വേണ്ടിയേ? നമ്മളെ ഇല്ലാതാക്കാൻ, നമ്മളെ വല്ലാതാക്കാൻ. അവൻ തന്ത്രശാലിയാണ്, അവൻ സൂത്രശാലിയാണ്. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഭയപ്പാടുകളിട്ട് നമ്മളെ പേടിപ്പിച്ച് ഒതുക്കാൻ നോക്കുക പിശാച്. അവന്റെ പദ്ധതി അതാണ്. എന്ത് ചെയ്യുക? വ്യക്തികളിലൂടെ കയറി നമ്മളെ ഭയപ്പെടുത്തുക, പേടിപ്പിക്കുക, വിരൽ ചൂണ്ടിപ്പിച്ചിട്ട് നമ്മളെ ഭയപ്പെടുത്തി നമ്മുടെ ശുശ്രൂഷകളെ ഇല്ലായ്മ ചെയ്യുക. ഇതാണ് പിശാചിന്റെ പദ്ധതി. ജ്വലിച്ചു നിൽക്കുന്ന ശുശ്രൂഷകളെ ഇല്ലായ്മ ചെയ്യുക പിശാചിന്റെ പദ്ധതിയാ. മനസ്സിലാവുന്നുണ്ടോ? ഏലിയാവ് ശക്തനായ പ്രവാചകൻ എന്നറിയപ്പെടുന്ന പേരോടുകൂടിയ എലൈജ ദ മാൻ ഓഫ് ഗാഡ്, ഇപ്പൊ ഭയന്നിരിക്കുക, പേടിച്ചിരിക്കുക, താൻ ഒളിച്ചിരിക്കുക, ആരെയും കാണാതെ. നാം എത്ര വട്ടം പറഞ്ഞിരിക്കുന്നു, നാം എത്ര പ്രാവശ്യം അപ്രകാരം പ്രാർത്ഥിച്ചിരിക്കുന്നു: കർത്താവേ മതി, ഇനി എനിക്ക് നിന്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. എന്തിനാ ഞാൻ ഇനി ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യണേ? എനിക്കിനി ശുശ്രൂഷ ചെയ്യേണ്ട കാര്യമില്ല, സാഹചര്യങ്ങളെല്ലാം എനിക്ക് പ്രതികൂലമാണ്. പിശാച് ഭയപ്പെടുത്തുന്ന ഭയപ്പാടിന്റെ മുമ്പിൽ, പിശാച് നമ്മുടെ മുമ്പിൽ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളുടെ മുമ്പിൽ ഭയന്നിട്ട് പേടിച്ചിട്ട് പറയുക: വേണ്ട കർത്താവേ, മതി മതി, ഇവിടം കൊണ്ട് തീരാം. സ്തോത്രം. അങ്ങനെ കിടക്കുന്ന കരയുന്ന ഏലിയാവെ വന്ന് ദൈവത്തിന്റെ ദൂതൻ തട്ടുകയാ. സ്തോത്രം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഈ ദൂത് പറയുമ്പോൾ ആരൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് തട്ടുകയാ പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ആമേൻ. ഏലിയാവിനെ വന്ന് തട്ടിയിട്ട് പറയുന്നു: നീ എഴുന്നേറ്റ് ഭക്ഷിക്ക. അവന്റെ വിഷയങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തിരക്കുന്നില്ല, പക്ഷെ പറയുന്നു: നീ എഴുന്നേറ്റ് ഭക്ഷിക്കുക, നീ ആഹാരം കഴിക്കുക. വീണ്ടും കിടന്നുറങ്ങിയവനെ രണ്ടാമതും വന്ന് തട്ടി ഉണർത്തിയിട്ട് ഭക്ഷണം കൊടുക്കുക. അതിന് ശേഷമുള്ള ദൂതനും ഏലിയാവും തമ്മിലുള്ള സന്ധി സംഭാഷണം നോക്കണേ. ശക്തനായ ദൂതൻ ശക്തനായ ഏലിയാവിന്റെ ഭയം മാറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുമ്പം ഏലിയാ പറയുന്നു: ഞാൻ ഒരുത്തൻ മാത്രം. എന്തേ? ഞാൻ ഒരുത്തൻ മാത്രം. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന എലീജ വാസ് എ മാൻ വിത്ത് നാച്ചുറൽ ലൈക്ക് അവേഴ്സ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അതെ, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് ഏലിയാവെങ്കിൽ പോലും ഏലിയാവ് എന്ത് ചെയ്യുക? സമസ്വഭാവമുള്ള ഏലിയാവ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, ഏലിയാവ് പോലും എന്ത് ചെയ്യുക? വലിയൊരു പദം ഏലിയാവ് പറയുന്ന വലിയൊരു വാക്കുണ്ട്. എന്താണ് ഏലിയാവ് പറയുന്ന വാക്ക്? ഏലിയാവിന്റെ നാവിൽ നിന്ന് വരുന്ന ഏലിയാവിന്റെ വാക്ക് നിങ്ങൾ മനസ്സിലാക്കണം: ഞാൻ ഒരുത്തൻ മാത്രം. അപ്പം ദൂതൻ പറയുന്നു എന്താണ്? നീ ഒരുത്തൻ മാത്രമല്ല. ആഹാബിന്റെ കൊട്ടാരത്തിൽ ഒരാളുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ പുള്ളി പറയും: ഞാൻ 70 പേരെ ദൂരെ മാറ്റി വെച്ചിരിക്കുക. അതിനുശേഷം 7000 പേരെ ദൈവം വേറെ മാറ്റി വെച്ചിരിക്കുക. ഏലിയാ പറയുന്നു: ഞാൻ ഒരുത്തൻ മാത്രം. 7000 പേര് എഴുന്നേറ്റും 70 പേര് എഴുന്നേറ്റും ദൈവത്തിന് വേണ്ടത് ഭയന്നിരിക്കുന്ന ഏലിയാവിനെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ലോകത്തിൽ ഇഷ്ടംപോലെ വ്യക്തികൾ കാണാമായിരിക്കാം. ദൈവം വിളിച്ചവരും ദൈവത്തെ വിളിച്ചവരുമായി ഇഷ്ടംപോലെ വ്യക്തികൾ ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിന് വേണ്ടത് നമ്മളെയാണ്. ദൈവത്തിന് വേണ്ടത് എന്നെയും നിങ്ങളെയുമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാ കർത്താവ് നമ്മളെ വന്ന് തട്ടി ഉണർത്തുന്നത്. മറ്റാർക്കുമില്ലാത്ത ദൂതുകൾ, മറ്റാർക്കുമില്ലാത്ത പ്രവചനങ്ങൾ, മറ്റാർക്കുമില്ലാത്ത സന്ദേശങ്ങൾ, വാഗ്ദത്തങ്ങൾ ദൈവം നമ്മുടെ മേൽ നൽകുന്നുണ്ടെങ്കിൽ ഓർത്തോണം, മറ്റാർക്കുമില്ലാത്ത ചില ശുശ്രൂഷകൾ ദൈവം നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നാം ഇപ്പോഴും പക്വതയിലേക്ക് എത്തപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു നല്ലൊരു മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ എത്തപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രശ്നത്തിന് നടുവിൽ വാടിപ്പോകാനല്ല. തൊട്ടാവാടി പോലെ അല്ലെ? തൊട്ടാവാടിയുടെ പ്രശ്നം എന്താണ്? തൊട്ടാവാടി കണ്ടിട്ടില്ലേ? തൊട്ടാവാടിയുടെ പ്രശ്നം തൊട്ടാൽ അത് വാടിപ്പോകും. അപ്പൊ നമ്മൾ തൊട്ടാവാടികളെ പോലെ ആകരുത്, ഭയപ്പെട്ടു പോകരുത്, ഭ്രമിച്ചു പോകരുത്. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു പോകേണ്ട.
വചനം എപ്പോഴും നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ എപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ടെന്ന് ശക്തമായിട്ട് ഏത് നിമിഷവും ഭയപ്പെടേണ്ടെന്ന് പറയുന്നുണ്ട്. അതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസ് പ്രത്യേകം പറയുന്നു, സഭ ആത്മീകമായിട്ട് വളരുമ്പോൾ ആത്മീകമായിട്ട് വളരുന്ന സഭയ്ക്ക് പക്വത ഉണ്ടായിരിക്കണം, മെച്യൂരിറ്റി ഉണ്ടായിരിക്കണം. ഒന്നാമത്. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫോർ ദ വർക്ക് ഓഫ് ദ മിനിസ്ട്രി. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദം? ഇതാണ്, എന്താണ്? ശുശ്രൂഷകൾക്കുള്ള. അപ്പം ഒന്നാമതായിട്ട് നമുക്ക് മെച്യൂരിറ്റി ഉണ്ടായിരിക്കണം, നമുക്ക് രണ്ടാമതായിട്ടൊരു ശുശ്രൂഷ ഉണ്ടായിരിക്കണം. ദൈവസഭയെ നോക്കി പൗലോസ് പറയുന്നു, ഈ കൃപാവരത്തിന്റെ ഉദ്ദേശത്തിൽ ഒന്ന്, നമ്മൾ എവിടെ എത്തണം? നമ്മൾ പൂർണ്ണതയിലെത്തണം, അഥവാ നമ്മൾ മെച്യൂരിറ്റിയിലേക്ക് എത്തപ്പെടണം. രണ്ട്, കൃപാവരത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത് നാം ശുശ്രൂഷയിൽ എത്തപ്പെടണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ നമ്മൾ പടിപടിയായിട്ട് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? ദൈവം നമുക്ക് തരുന്ന ശുശ്രൂഷകൾ അത് ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, ആ ശുശ്രൂഷകൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ പടിപടിയായിട്ട് ചെയ്യണം. മൂന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പണിയണം, നമ്മൾ പണിയപ്പെടുന്നവരായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? എന്താണ്? ടു ബിൽഡ്. നമ്മൾ പണിയുന്നതിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ പണിയപ്പെടുന്നവരായിരിക്കണം. ഒന്ന്, പക്വതയിലേക്ക് എത്തപ്പെടുന്നവരായിരിക്കണം. രണ്ട്, ശുശ്രൂഷകൾ പടിപടിയായി ചെയ്യുന്നവരായിരിക്കണം. മൂന്ന്, നാം പണിയപ്പെടുന്നവരായിരിക്കണം. നാം നമ്മെ പണിയണം, നാം മറ്റുള്ളവരെ പണിതെടുക്കുന്നവരായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നെഹെമ്യാവിന്റെ ഡ്യൂട്ടി എന്ത് ചെയ്യുക? മതില് പണിയുക എന്നുള്ളതാണ്. നെഹെമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ വചനം കൊടുത്തിരിക്കുന്ന ഒരു വലിയ കാര്യം ഇതാണ്. നെഹെമ്യാവിനെ സംബന്ധിച്ചിടത്തോളം നെഹെമ്യാവ് പറയുന്നത്, നാം യെരൂശലേമിന്റെ മതിൽ പണിയുക, നാം എഴുന്നേറ്റ് പണിയുക. തന്റെ പുസ്തകത്തിൽ ഉടനീളം കൊടുത്തിരിക്കുന്ന ഒരു പദമാണ്, നാം ആ നല്ല പണിക്കായിട്ട് ഞങ്ങൾ അന്യോന്യം. അപ്പോ നാം പണിയുന്നവരായി തീരണം, എഴുന്നേറ്റ് പണിയുന്നവരായി തീരണം, നമ്മൾ പണിയുന്നവരായി തീരണം. ഞാൻ ചോട്ടെ, നമ്മൾ പണിയണമെങ്കിൽ, എഴുന്നേറ്റ് നമ്മൾ പണിയണമെങ്കിൽ, ഇടിഞ്ഞു പോയിട്ടുള്ള മതിലുകളെ, ഇടിഞ്ഞു പോയിട്ടുള്ള യാഗപീഠങ്ങളെ നമ്മൾ പണിയണമെങ്കിൽ, ആ ശുശ്രൂഷ നമ്മൾ ചെയ്യണമെങ്കിൽ, നമ്മൾ ഏതിലെത്തപ്പെടണം? നമ്മൾ മെച്യൂരിറ്റിയിൽ എത്തപ്പെടണം, അഥവാ നമ്മൾ എന്താണ്? പൂർണ്ണതയിൽ എത്തപ്പെടണം. പിടികിട്ടിയോ പ്രിയപ്പെട്ടവരെ? നമ്മൾ പക്വതയുള്ളവരായി തീരണം, പക്വതയിലേക്ക് എത്തപ്പെടണം. എങ്കിൽ മാത്രമേ, നാം പക്വതയിൽ എത്തപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശുശ്രൂഷ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ടു സെർവ് ദ ലോർഡ്, കർത്താവിനെ സേവിക്കുക എന്നുള്ളതാണ്, അല്ലേ? യേശു കർത്താവിനോട്, ഞാൻ ശുശ്രൂഷിപ്പാനല്ല വന്നത്, ശുശ്രൂഷ ചെയ്യാനാ വന്നത്. മനസ്സിലാകുന്നുണ്ടോ? എന്ത് ശുശ്രൂഷ? കർത്താവ് ചെയ്ത ശുശ്രൂഷ, യേശു കാട്ടിത്തന്ന ശുശ്രൂഷ എന്താണ് പ്രിയപ്പെട്ടവരെ? ആ മിനിസ്ട്രി എന്താണ്? മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുന്ന ഒരു ശുശ്രൂഷ, അല്ലെ? അപ്പൊ എനിക്ക് ശുശ്രൂഷയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല ചെയ്യേണ്ടത്. മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് നാം എണ്ണുകയും ആ ശുശ്രൂഷയിലേക്ക് നാം എത്തപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മളിലുള്ള ശുശ്രൂഷ പുറത്തു വരുന്നത്. യേശു ചെയ്ത ശുശ്രൂഷ എന്താണ്? യേശു ചെയ്ത ശുശ്രൂഷ എന്ത് ചെയ്തു? ഒരു തുവർത്തെടുത്ത് താൻ ഉടുത്തിരിക്കുന്നതിന്റെ മുകളിൽ ചുറ്റിയിട്ട് താൻ എന്ത് ചെയ്തു? ശിഷ്യന്മാരുടെ കാല് കഴുകി. അപ്പൊ അവിടെ പത്രോസ്ലീഹ പറയുന്ന ഒരു പദമുണ്ട്, കർത്താവും ഗുരുവുമായ അങ്ങ് ഞങ്ങളുടെ കാല് കഴുകാൻ ഞങ്ങൾ എന്തുമാത്രം. അപ്പൊ യേശു കൊടുക്കുന്ന മറുപടിയും അത് തന്നെയാണ്. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാല് കഴുകിയെങ്കിൽ, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങൾ പറഞ്ഞത് ശരി, എന്താണ്? അങ്ങനെ തന്നെ, ഞാൻ നിങ്ങളുടെ കർത്താവാണ്, ഞാൻ നിങ്ങളുടെ ഗുരുവാണ്, നല്ല ഗുരുവാണ്, എല്ലാം കാര്യം ശരി തന്നെ. പക്ഷെ ആ ഗുരുവായ കർത്താവായ ഞാൻ ഈ ലോകത്തിൽ വന്നിട്ട് നിങ്ങളുടെ കാല് കഴുകിയെങ്കിൽ, കാല് കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? കാല് കഴുകുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം, ഇന്നിന്റെ കാലഘട്ടത്തിൽ കാല് കഴുകുക എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് പരസ്പരം ഉള്ളവരും സ്നേഹമുള്ളവരൊക്കെ പോയി കാല് കഴുകാമെന്ന്. പണ്ട് അങ്ങനെയല്ല. പണ്ടത്തെ കാലഘട്ടത്തിൽ കാല് കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും താണ ഒരു ജോലിയാണ്, താണ ഒരു തരംതാണ ഒരു ലെവലാണ്. അതുകൊണ്ടാണ് പത്രോസ് ചാടി എഴുന്നേറ്റത്. അങ്ങത് ചെയ്യരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അങ്ങ് ശ്രേഷ്ഠ പുരോഗതനായിട്ട് ഞങ്ങളുടെ നല്ല കർത്താവായിട്ടിരിക്കുമ്പോൾ അങ്ങ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ അങ്ങനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ജനത്തിന്റെ നടുവിൽ
ശുശ്രൂഷകരുടെ നടുവിൽ, ഞങ്ങളുടെ നടുവിൽ ഒരു ഇമേജ് ഉണ്ട്. കർത്താവേ, നിനക്കൊരു ഇമേജ് ഉണ്ട്. അപ്പൊ അതിനെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. യേശു പറഞ്ഞു, പത്രോസേ, കർത്താവും ഗുരുവുമായ ഞാൻ, നീ പറഞ്ഞത് ശരി, കർത്താവും ഗുരുവുമാണ് ഞാൻ. പക്ഷെ ഞാൻ നിന്റെ കാല് കഴുകി ഈ ശുശ്രൂഷ ചെയ്തെങ്കിൽ നീയും ഇതുപോലത്തെ ശുശ്രൂഷകൾ ചെയ്യണം. ചെയ്യണമെങ്കിൽ ചെയ്യണം, ചെയ്തേ മതിയാകത്തുള്ളൂ. ഒന്നും ഓർത്തിട്ടല്ല പ്രിയപ്പെട്ടവരെ പലരും ശുശ്രൂഷ ചെയ്യുന്നത്. എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതിഫലം കൊണ്ടൊന്നുമല്ല, കർത്താവിന്റെ സ്നേഹം നിർബന്ധിക്കുന്നത് കൊണ്ടാണ്. ആമേൻ. ദൈവസ്നേഹം നിർബന്ധിക്കുന്നത് കൊണ്ടാണ്, അടിച്ചേൽപ്പിക്കുന്നതല്ല, അറിഞ്ഞു ചെയ്യുന്നതാണ് ശുശ്രൂഷ. നമ്മൾ എന്ത് ചെയ്താലും ശുശ്രൂഷയാണ്. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അത് ശുശ്രൂഷയാണ്. ഒന്ന് ചർച്ചിൽ പോയി കടന്നുപോയി ഒരു പായിട്ടാൽ അതൊരു ശുശ്രൂഷയാണ്. ചർച്ചിന്റെ കാര്യങ്ങൾ ചെയ്ത് സഭയുടെ കാര്യാദികൾ നോക്കിക്കണ്ട് ചെയ്താൽ അതൊരു ശുശ്രൂഷയാണ്. നമ്മുടെയൊക്കെ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിൽ നിന്ന് മൈക്കെടുത്ത് പ്രസംഗിക്കുന്നതാണ് നമ്മുടെ ശുശ്രൂഷ. നമുക്ക് അങ്ങതാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ശുശ്രൂഷ സമം സ്റ്റേജ്, അല്ലെ? സ്റ്റേജ് സമം എന്താണ്? 10 പേരുടെ മുമ്പിൽ അറിയപ്പെടുന്ന രീതിയിൽ പറയുക. ഇതാണ് നമ്മൾ ശുശ്രൂഷ എന്ന് വെച്ചിരിക്കുന്നത്. കഷ്ടം, അതല്ല ശുശ്രൂഷ, അല്ലേ? ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതുമുണ്ട്. അവസാനം അതിലേക്ക് എത്തപ്പെടുകയാ നാം, പതുക്കെ പതുക്കെ അതിലേക്ക് എത്തപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരട്ടെ. ഞാൻ ഈ പറയുന്ന വാക്കുകൾ, ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്ന വാക്കുകൾ ദൂത് പോലെയാണ്. ആരോടോ വ്യക്തിപരമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്ന ദൂത് പോലെയാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത. സാധാരണ പറയുന്ന ക്ലാസ് പോലെയല്ല. അപ്പോ ദൈവം എനിക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ സ്വയം നിങ്ങളെ തൊട്ട് പറയണം, ദൈവം എനിക്ക് ഒരു ശുശ്രൂഷ വെച്ചിട്ടുണ്ട്. ആ ശുശ്രൂഷ എന്ന് പറയുന്നത് സ്റ്റേജിൽ നിന്നുകൊണ്ട് പെർഫോം ചെയ്യുന്നത് അല്ല പ്രിയപ്പെട്ടവരെ. ആ ശുശ്രൂഷ മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുന്ന ഒരു ശുശ്രൂഷ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊന്നുമില്ല, യേശു കാണിച്ച ശുശ്രൂഷയുടെ മാതൃക അതാണ്. യേശു ചെയ്ത ശുശ്രൂഷയും അത് ആ ശുശ്രൂഷയാണ്. അതിലേക്ക് നമ്മൾ എത്തപ്പെടണം. പൗലോസിലേക്ക് ഇവിടെ പറയുന്നു, അതിന് വേണമെങ്കിൽ, അങ്ങനെ ഒരു തരത്തിലേക്ക് നിങ്ങൾ എത്തപ്പെടണമെങ്കിൽ നിങ്ങൾ എന്തായിത്തീരണം? പക്വതയിലേക്ക് എത്തപ്പെടണം. പക്വത ഉണ്ടായിരിക്കണം. കൊച്ചുകുട്ടികൾ അത് കാണുമ്പോൾ മിഠായി വേണം 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 എന്ന് പറയും. പക്വത ഉള്ളവൻ പറയോ? കൊച്ചുകുട്ടികളുടെ അടുത്ത് പോയിട്ട് ഒരു വണ്ടി, എന്റെ മോൻ അവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഏതെങ്കിലും നല്ലൊരു കടകളിൽ കയറി ഇങ്ങനെ പോവുകയാണെങ്കിൽ അവന്റെ കണ്ണിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വാഹനങ്ങൾ, ഏതെങ്കിലും തരത്തിൽപ്പെട്ട വാഹനങ്ങളോ മറ്റു പലതോ കണ്ടു കഴിഞ്ഞാൽ അവൻ നിർബന്ധം പിടിക്കും. ഇപ്പൊ 8ാം ക്ലാസ്സിലായി, പക്ഷെ അവൻ 5ാം ക്ലാസ് വരെ അവൻ നിർബന്ധം പിടിക്കും, അതെനിക്ക് വേണം. വാശി പിടിക്കാറുണ്ട്, അതെനിക്ക് വേണമെന്ന്. നിസാരം ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ജ്യൂസ് മേടിച്ച് കൊടുത്തില്ലെങ്കിൽ അവൻ വാശി പിടിക്കുന്നവനാണ്. മനസ്സിലാകുന്നുണ്ടോ? അവൻ വാശി പിടിക്കും, കാരണം അവന് പക്വതയില്ല. അവൻ പക്വതയിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. അവൻ കുട്ടിയാണ്, അവൻ കൊച്ചുകുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് മറ്റു പലതും കാണുമ്പോൾ അവൻ കിടന്ന് നിർബന്ധം പിടിക്കും, എനിക്ക് അങ്ങനെ ആകണം, എനിക്ക് ഇങ്ങനെ ആകണം. എന്റെ മോൻ അവൻ നല്ലൊരു കീബോർഡിസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ എന്റെ ചർച്ചിൽ പോലും പ്രൈസ് ആൻഡ് വർഷിപ്പിൽ അവൻ എന്ത് ചെയ്യുന്നു? അവൻ കീബോർഡ് വായിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അവന്റെ ഒറ്റ ആഗ്രഹം, അവൻ എന്ത് ചെയ്യുക? കീബോർഡ് വായിക്കുക, എല്ലാവരുടെ മുമ്പിൽ എനിക്ക് പ്രശസ്തനാകണം, സ്റ്റീഫൻ ദേവസിയെ പോലെ എത്തപ്പെടണം. ഇതൊക്കെയാണ് അവന്റെ ആഗ്രഹം. ആ ഒരു തലത്തിലേക്ക് അവൻ ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ പക്വത ഉള്ളവരങ്ങനെ ചിന്തിക്കൂ? പക്വത ഉള്ളവർ ഇപ്പം റോഡിൽ കൂടെ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ കാണും, അവിടെ കിടന്നാൽ ആരും വിളിക്കുമോ, എനിക്കത് വേണം, എനിക്കത് വേണം. പക്വത ഉള്ളവരത് പറയാറില്ല. അവർക്കറിയാം, അവർക്ക് അതിന്റെ ആവശ്യമില്ല. അവർക്ക് വേണമെങ്കിൽ മാത്രം അവരെന്ത് ചെയ്യും? അവരത് എടുക്കും, അവര് കൈക്കൊള്ളും, അവരത് കൊണ്ടുപോകും. അത് അവരുടെ പക്വതയുടെ ലെവലാണ്. അപ്പൊ എനിക്കും നിങ്ങൾക്കും പക്വത വേണമെന്ന് പൗലോസ്ലീഹ പറയുന്നത് നിർബന്ധം പിടിക്കത്തില്ല, അല്ലെ? ഈ നിറഞ്ഞ കതിരിന്റെ പ്രത്യേകത എന്താണ്? നിറഞ്ഞ കതിരിന്റെ പ്രത്യേകത, മറ്റുള്ള കതിരി ഇങ്ങനെ തല പിടിച്ച് പൊക്കി ഞാൻ ഏതാണ്ടൊക്കെ ആണെന്നുള്ള ലെവലില് തല പൊങ്ങി നിൽക്കുമ്പോൾ നിറഞ്ഞ കതിര് എപ്പോഴും തല കൊമ്പിട്ട് നിൽക്കും. അതാണ് ശുശ്രൂഷ. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ശുശ്രൂഷ എന്ന് ദൈവത്തിന് മുമ്പ് പറയുന്നു. അങ്ങനെ നമ്മൾ എത്തപ്പെടണമെങ്കിൽ പൗലോസ്ലീഹ ഇവിടെ ഈ എഫെസ്യ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ആത്മീയ പക്വത ഉണ്ടായിരിക്കണം. ആത്മീയ പക്വത ഉണ്ടായിരിക്കണം. അപ്പൊ ആത്മീയ പക്വത ഉണ്ടെങ്കിൽ ശുശ്രൂഷകൾ നമ്മുടെ മുമ്പിൽ വരും. നമ്മൾ ഒന്നിനും കിടന്ന് ചാടത്തില്ല, നമ്മൾ ഒന്നിനും കിടന്ന് നിർബന്ധം പിടിക്കത്തില്ല, നമ്മൾ ആരുടെയും തോളിൽ കയറത്തില്ല, നമ്മൾ ആരോടും കിടന്ന് പറയത്തില്ല, നമ്മൾ ആരോടും കിടന്ന് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊന്നും പറയത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ആത്മീക പക്വത ഉള്ളവൻ തമ്പുരാന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കും, തമ്പുരാൻ അവർക്ക് വഴിയൊരുക്കും, തമ്പുരാൻ അവർക്ക് പലതും ഒരുക്കും, അതുവഴി അവർ കയറി വരും. പ്രൈസ് ദി ലോർഡ്.
അപ്പം ഇവിടെ പൗലോസ് ശ്ലീഹ പറയുന്നു, ആത്മീക പക്വതയുള്ളവരായിരിക്കണം. ആ പക്വത വഴി നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മീക ശുശ്രൂഷകൾ ചെയ്യുന്നവരായിരിക്കണം. ആത്മീക ശുശ്രൂഷകൾ അതെന്തുമാകാം. മേശമേൽ ശുശ്രൂഷിക്കുന്ന 7 പേരുണ്ടായിരുന്നു വചനം കൊടുത്തിരിക്കണേ, അല്ലേ? നിക്കോലിയോസ്. അപ്പോ അവര് വട്ടത്തിൽ കൊണ്ട് അവരെ ശുശ്രൂഷിക്കാം, കൊടുക്കുന്ന കാര്യത്തിൽ അവരെ ശുശ്രൂഷിക്കാം. മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബിൽഡ് ചെയ്യുന്നവരായിരിക്കണം, പണിയുന്നവരായിരിക്കണം. നമ്മെ പണിയുന്നവരായിരിക്കണം. പക്വതയുള്ളവർക്കേ പണിയാൻ പറ്റത്തുള്ളൂ. പക്വതയുള്ളവർക്കേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മറ്റുള്ളവരെ പണിതെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നാം ഇടിച്ചു കളയുന്നവരായിട്ടല്ല, മറിച്ചു കളയുന്നവരായിട്ടല്ല, നാം പണിയുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ശുശ്രൂഷയിൽ, ഇന്നത്തെ ക്ലാസ്സിൽ ദൈവത്തിനമ്മ പറയുന്നു, നമ്മൾ പണിയപ്പെടുന്നവരായിരിക്കണം. നമ്മൾ എന്താണ്? പണിതെടുക്കുന്നവരായി തീരണം. അതിന് നമുക്ക് വേണം നല്ലൊരു ശുശ്രൂഷ ചെയ്യുന്നതിനും പണിതെടുക്കുന്നതിനും നമുക്ക് എന്ത് വേണം? പൗലോസ് ശ്ലീഹ പറയുന്നു, നിങ്ങൾക്ക് ആത്മീകമായിട്ടുള്ള പക്വത ഉണ്ടായിരിക്കണം. അതാണ് ആത്മീകമായിട്ട് വളരുക എന്ന് ഈ തിരുവചനങ്ങളിൽ പൗലോസ് ശ്ലീഹ ശക്തമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇവിടെ നമ്മൾ പ്രാരംഭ ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ള ഒരു പദം ഇതാണ്. നമ്മൾ എന്താണ്? പ്രാരംഭ ക്ലാസ് മുതൽ നമ്മൾ ഇതിനകത്ത് ഓരോന്നോരോന്ന് പഠിച്ചു. ഇവിടെ എന്താണ്? വിശ്വാസത്തിന്റെ യൂണിറ്റി, വിശ്വാസത്തിന്റെ ഐക്യത. മനസ്സിലാവുന്നുണ്ടോ? യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? വിശ്വാസത്തിന്റെ ഐക്യതയാണ്. മെച്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട്, അൻഡു എ പെർഫെക്റ്റ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൂർണ്ണതയുള്ള ഒരു മനുഷ്യനായി തീരുക. അതാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസത്തിലുള്ള ഐക്യത. അപ്പൊ അതാണ് യൂണിറ്റി എന്ന് പറയുന്നത്. മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൻഡു എ പെർഫെക്റ്റ് മാൻ, ഒരു പൂർണ്ണതയിലുള്ള മനുഷ്യനെ, പൂർണ്ണ മനുഷ്യനായിട്ട് തീരുക. അതാണ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്? നമ്മൾ ക്രിസ്തുവിൽ എന്താണ്? നിറവ് പ്രാപിച്ചവർ ആയി തീരണം എന്നൊക്കെ പൗലോസ് ഈ തിരുവചനത്തിലൂടെ ഇവിടെ സവിസ്താരം വ്യക്തമാക്കുന്നു. അപ്പൊ എഫെസ്യ ലേഖനം 4:13 പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ വായിക്കട്ടെ. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. 4:14 അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ കൊടുത്തിരിക്കുന്ന പദം നിങ്ങൾ മനസ്സിലായോ? ശിശുക്കൾ ആയിരിക്കാതെ. അപ്പൊ ഇവിടെ ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? എന്താ പറഞ്ഞിരിക്കുന്നത്? ശിശുവിനുള്ളത് ത്യജിച്ചു കളയുക. ശിശുവിനുള്ളത് എന്താണ്? ശിശുവിനുള്ളത് ത്യജിച്ചു കളയുക, അല്ലെ? ത്യജിക്കുക. ശിശുവിനുള്ളത് ത്യജിക്കുക, ശിശുവിനുള്ളത് കളയുക. നമ്മളിപ്പം ആ ശിശുവിന്റെ അവസ്ഥയിലല്ല. ആണോ? സഭ ഇപ്പോൾ ശിശുവിന്റെ അവസ്ഥയിലാണോ? അല്ല. സഭ ഇപ്പോൾ ഏതൊരവസ്ഥയിൽ എത്തപ്പെട്ടിരിക്കുന്നു? മെച്യൂരിറ്റിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. സഭ പൂർണ്ണതയിലേക്ക്, അല്ലെ? സഭ ഇപ്പം പൂർണ്ണതയിലേക്ക് എത്തുക. നമുക്കറിയാം, ഈ ചന്ദ്രൻ ഒരു ചെറിയ തേങ്ങാപ്പൂള് പോലെ കാണും ആദ്യം, അല്ലെ? ചന്ദ്രക്കലയായിട്ട് ഇങ്ങനെ കിടക്കും. അവസാനം വന്ന് ആ ചന്ദ്രൻ പൂർണ്ണതയിലെത്തിക്കും. പൂർണ്ണചന്ദ്രൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പൂർണ്ണചന്ദ്രൻ ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ സമയം. കാരണം ഞാൻ ഈ പാതിരാത്രിയിലാണല്ലോ എന്റെ സഞ്ചാരം മൊത്തം. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പാതിരാത്രിയിലാണ് വരുന്നത്. അപ്പം ഉള്ള ചന്ദ്രനെ എല്ലാം നമ്മൾ കാണാറുണ്ട് രാത്രിയിൽ. ഞാൻ എത്രയോ കിലോമീറ്ററിൽ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് ഞാൻ ഈ ചന്ദ്രനെ കാണാറുണ്ട്. ചെറിയ ചന്ദ്രനെ, തേങ്ങാപ്പൂളുള്ള ചന്ദ്രനെ കണ്ടാൽ പൂർണ്ണചന്ദ്രനെ വരെ ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. ഇപ്പൊ പൂർണ്ണതയുള്ള ചന്ദ്രൻ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തപ്പെടുന്നത് പോലെ സഭ അതിന്റെ മെച്യൂരിറ്റിയിലേക്ക്, അതിന്റെ പക്വതയിലേക്ക്, പൂർണ്ണതയിലേക്ക് എത്തപ്പെടണമെന്നാണ് പൗലോസ് ശ്ലീഹ ഇവിടെ സവിസ്താരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ പൂർണ്ണ വളർച്ച എത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തുള്ളൂ. പൂർണ്ണ വളർച്ച എത്തിയ ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ദൈവദാസി പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട്, ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാര് ചാടി പോയി എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യും, പറയും, അയ്യോ അവരിച്ചിരി പക്വത കുറവുണ്ട്.
നല്ല ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാ, നല്ല പ്രസംഗിക്കുന്ന വ്യക്തിയാ, നല്ല പാടുന്ന വ്യക്തിയാ, എല്ലാം ചെയ്യുന്ന വ്യക്തിയാ, പക്ഷെ ഇച്ചിരി പക്വത കുറവുണ്ട്, ഒരിച്ചിരി എടുത്തുചാട്ടമുണ്ട്. മനസ്സിൽ പറയാൻ നിങ്ങൾ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സമയം പറയുകയാണ്, നമ്മൾ പക്വതയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ പാസ്റ്ററിന്റെ ലുക്കിലേക്ക് എത്തപ്പെടണം. സെൻട്രൽ പാസ്റ്ററിന്റെ അതേപോലെ ആകണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ സഭ, ക്രിസ്തുവിന്റെ ശരീരമായ സഭ പക്വതയിലേക്ക് എത്തപ്പെടണം. അപ്പോൾ നമ്മളിൽ കർത്തവ്യങ്ങളുണ്ട്. പക്വതയോടുകൂടി നമ്മൾ ശുശ്രൂഷ ചെയ്യണം. ആ പക്വതയിൽ നമ്മൾ എന്ത് ചെയ്യണം? ബിൽഡപ്പ്. നമ്മൾ എന്ത് ചെയ്യണം? പണിതെടുക്കണം. നമ്മെ പണിതെടുക്കണം. അപ്പം ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നമുക്കൊരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അവരിലൂടെ ഒരു ശുശ്രൂഷ ചെയ്തെടുക്കുക. രണ്ട്, നമ്മളെ തന്നെ പണിതെടുക്കുക. നാം മറ്റുള്ളവരെ പണിതെടുക്കുക. ഇത് വരണമെങ്കിൽ, ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ, പണിതെടുക്കണമെങ്കിൽ നമ്മൾ എവിടെ എത്തപ്പെടണം? പൂർണ്ണതയിൽ എത്തപ്പെടണം. പൂർണ്ണ മനുഷ്യന്റെ അവസ്ഥയിലേക്ക് എത്തപ്പെടണം. അല്ലെ? ശിശുവായിരുന്നപ്പോൾ ചിന്തിച്ചത് പോലെയല്ല, കരുതിയത് പോലെയല്ല. പൂർണ്ണ വളർച്ച എത്തിയ ഒരു വ്യക്തി ചിന്തിക്കുന്ന പോലെയുള്ള അവസ്ഥയിലേക്ക്, അഥവാ പക്വതയിലേക്ക് സഭ എത്തപ്പെടണമെന്ന് വിശുദ്ധ പൗലോസ് ലീഗ നമ്മോട് ഇന്നത്തെ ക്ലാസ്സിൽ അതിശക്തമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മോട് വ്യക്തമായിട്ട് പറയുന്നു. നമ്മുടെ സമയം ഇപ്പൊ എത്രയായി? 38 അല്ലെ? 38ലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ അപ്പൊ ഇന്നത്തെ സഭ എന്ന് പറയുന്നത് പൊതുവെ മനുഷ്യരുടെ മുമ്പിൽ എന്താണ്? ഒരു ഷോ കാണിക്കൽ പ്രഹസനത്തിലേക്ക് നമ്മുടെ സഭകൾ എത്തപ്പെട്ടിരിക്കുക. ഇന്നത്തെ ദിവസം ഞാനൊരു 86-87 വയസ്സുള്ള ഒരു ഭക്തനായ ദൈവദാസനുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹമായിട്ട് ഒത്തിരി നേരം ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുകയുണ്ടായി. സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്. എന്റെ ദൈവദാസനെ, എന്റെ മോനെ, എന്റെ 14-ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ചത് ഒരു കൺവെൻഷനില്ല. അദ്ദേഹം ഒരു കൺവെൻഷൻ, എനിക്ക് 14 വയസ്സേ ഉള്ളൂ. അന്ന് ഞാനൊരു കൺവെൻഷന് ഞാൻ ചെന്നപ്പോ, അന്ന് എനിക്ക് ഒന്നും അറിയത്തില്ല. കുറെ ട്യൂബ് കത്തിച്ച് വെച്ചിരിക്കുന്നു. ഞാൻ അവിടെ ചെന്നു. എല്ലാരും കരപിടിച്ച് ആത്മാവിൽ തുള്ളിച്ചാടുന്നു, ആരാധിക്കുക. എന്തോ ഒരു പ്രത്യേക അനുഭൂതി എന്റെ ജീവിതത്തിലുണ്ടായി. എന്റെ അപ്പനില്ല, എന്റെ അമ്മയില്ല, ആരുമില്ല. ഞാൻ ചുമ്മാതെ മറ്റുള്ളവരുടെ കൂടെ ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി പോയതാ. പക്ഷേ ആ ശുശ്രൂഷയിൽ അവിടെ എന്റെ തൊട്ടടുത്തിരിക്കുന്നവരെ കരപിടിച്ച് ആരാധിക്കുന്ന ആരാധനയുടെ നടുവിൽ ആരും എന്നോട് പറഞ്ഞില്ല നിന്റെ ഹൃദയം യേശുവിന് കൊടുക്കുക എന്ന്. പക്ഷെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ എഴുന്നേറ്റ് വിങ്ങിപ്പൊട്ടി അലറിക്കരഞ്ഞു. ഞാൻ അലറിക്കരഞ്ഞിട്ട് പറഞ്ഞു, യേശുവേ, എന്റെ ഹൃദയത്തെ ഞാൻ അങ്ങിലേക്ക് തരികയാ. എന്റെ ഹൃദയത്തെ ഞാൻ അങ്ങേക്ക് തരികയാ. എന്നെ ഞാൻ അങ്ങക്ക് തരികയാ. അങ്ങ് എന്നെ പണിയണേ, അങ്ങ് എന്നെ വാർത്തെടുക്കണേ എന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ആ 14-ാമത്തെ വയസ്സിൽ നിറകണ്ണുകളോടെ അലറിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം ദൈവത്തോട് എന്ത് ചെയ്തു? നിലവിളിച്ചു പ്രാർത്ഥിച്ചു 14-ാമത്തെ വയസ്സിൽ. എന്നിട്ട് പറഞ്ഞു, അന്ന് ഞാൻ യേശുവിനെ അറിഞ്ഞ വ്യക്തി ഇന്നെനിക്ക് 86-87 വയസ്സുണ്ട്. ഈ പ്രായം വരെ ദൈവം എന്നെ നടത്തി. ഈ പ്രായം വരെ ദൈവം എന്നെ പുലർത്തി. ഇതുവരെ ദൈവം എന്നെ കൊണ്ടുവന്നു. അന്നത്തെ ശുശ്രൂഷകളും ഇന്നത്തെ ശുശ്രൂഷകളും തമ്മിൽ വ്യത്യാസമുണ്ട് മോനെ. പറഞ്ഞു വന്നതിന്റെ സാരം, അന്നത്തെ ശുശ്രൂഷകൾ ഷോയ്ക്ക് വേണ്ടിയല്ലായിരുന്നു, പ്രഹസനമല്ലായിരുന്നു, 10 വരെ കാണിക്കലല്ലായിരുന്നു. അന്ന് നിറവായിരുന്നു, അന്ന് ഉണർവായിരുന്നു, അന്ന് വളർച്ചയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നു, ആ കാലഘട്ടങ്ങളിലുള്ളത് പോലെയുള്ള ഒരു ശുശ്രൂഷ ഞാൻ ഇന്ന് കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒത്തിരി പക്വത തലത്തിലേക്ക് പുള്ളി എത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇഷ്ടം പോലെ ശുശ്രൂഷകളിൽ കൂടി കടന്നു പോയതാ. അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ ഏകദേശം പ്രസ്ബിറ്റർ ലെവലിലേക്ക് എത്തപ്പെട്ട് വിവിധ മേഖലയിൽ എത്തപ്പെട്ട ദൈവദാസനം. ഇന്ന് അദ്ദേഹം പറയുന്നു, അവിടെ ഒന്നും കാണാത്ത ഒന്ന്, എന്റെ ശുശ്രൂഷകളിലോ ഞാൻ ചെയ്തെടുത്ത ശുശ്രൂഷകളിലോ സഭകളിലോ കിട്ടാത്ത ഒന്ന് എന്റെ കുട്ടിക്കാലത്ത് എവിടെ ചെന്നാലും, ഒരു വീട്ടിനകത്ത് പ്രാർത്ഥന വെച്ചാലും എന്നാ ഉണർവായിരുന്നു. കൺവെൻഷൻ ഗ്രൗണ്ടുകളിൽ എന്നാ ഉണർവായിരുന്നു. ജനം കടന്നു വരുന്നു, പരസ്പരം മറന്നിരുന്ന ആരാധനകൾ. ഇന്നെല്ലാം പ്രഹസനമാ ദൈവദാസനെ, ഇന്നെല്ലാം പ്രകടനമാ. ഇന്ന് മൊത്തവും ഷോ കാണിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം അതിശക്തമായിട്ട് പറഞ്ഞു. ശരിയല്ലേ? എന്നെ കേൾക്കുന്ന ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള എന്റെ പ്രിയപ്പെട്ടവരോടായിട്ട്
ദൈവനാമത്തിൽ പറയുന്ന ഒരു വാചകമാണ് പ്രിയപ്പെട്ടവരെ. എന്താണ്? ഇന്നെല്ലാം ഈ ഒരു തലത്തിലേക്ക് മാറിപ്പോവുകയാണ്. ഒരു നല്ലൊരു മെച്യൂരിറ്റിയിലേക്ക് സഭ എത്തപ്പെട്ടിട്ടില്ല. പ്രഹസനങ്ങൾ മാത്രം. സഭ ഇന്നും അതിന്റെ കുട്ടിത്വം തുടരുകയാണ്. സഭ ഇന്നും അതിന്റെ ശൈശവത്വം, ശിശുവിനെ പോലെ ചിന്തിക്കുക, ശിശുവായി നടക്കുക, നിർബന്ധം പിടിക്കുക, പിണങ്ങുക, മാറുക, വാശി പിടിക്കുക. ഇതെല്ലാം എന്താണ്? സഭയ്ക്കകത്ത് നടക്കുന്നുണ്ടെങ്കിൽ സഭ ഇന്നും കുട്ടിത്വത്തിലാണ്, സഭ ഇന്നും ശൈശവത്തിലാണ് പ്രിയപ്പെട്ടവരെ. ഏറ്റവും വലിയ പാപവും ഏറ്റവും മാനസാന്തരപ്പെട്ട് പുറത്തു വരുവാൻ ദൈവം പറഞ്ഞത് എന്തിനു വേണ്ടിയെന്നറിയാമോ? അനുസരണക്കേടാ. അനുസരണക്കേടെന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോ വലിയ പാപം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് മറ്റു പലതുമാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. നമ്മൾ എന്തിരിക്കുന്ന പാപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് ഉയർന്നിരിക്കുന്ന ഏറ്റവും വലിയ ഏതോ ഗടികെട്ടിയ ലെവലിൽ കിടക്കുന്നതാ നമ്മുടെയൊക്കെ പാപം എന്നാ ചിന്തിച്ചിരിക്കുന്നത്. അതൊന്നും അല്ല പാപം. അനുസരണക്കേട്. 10 മണിക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര മണിക്ക് വരും? പക്വതയെ പറ്റി പറയണേ. 10 മണിക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് 10:30, 11 മണിക്ക് വരും. അത് അനുസരണക്കേടാ. അനുസരണക്കേടെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാപമാണ്. ആ പാപം വരുത്തിയിട്ടാണ് നമ്മൾ വന്നിരുന്നോണ്ട് പരമപിതാവിനു സ്തുതി പാടാം. എന്തോ പാടാനാ? ഏത് പാടാനാ? അല്ലേ? അപ്പോ ഈ അനുസരണക്കേട് കാണിച്ചാൽ കർത്താവിന്റെ വചനം പറയുന്നു എന്താണ്? ദൈവത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് പ്രിയപ്പെട്ടവര്. നീതിയല്ല, അനീതിയാണ് അനുസരണക്കേടെന്ന പാപം. അപ്പം പറയുന്ന കാര്യാദികൾ അപ്പൊ ദൈവദാസന്മാർ. അപ്പൊ നമ്മൾ ഒരു വിശ്വാസി പക്വതയിലേക്ക് എത്തപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ആദ്യം നമ്മൾ കാണുന്നത് പാസ്റ്ററിനെയാണ്. ഒരു സഭയിലെ പാസ്റ്ററിനെയാണ് കാണുന്നത്, അല്ലെ? അപ്പോ 2 സഭാ കുടുംബങ്ങളെയാണ് കാണുന്നത്. ഒന്ന് പാസ്റ്റർ, 2 സഭാ കുടുംബങ്ങൾ. അപ്പോ ഈ 2 തലങ്ങളിൽ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വളർച്ചയിലേക്ക് എത്തപ്പെടേണ്ടത്. അപ്പം അങ്ങനെ എത്തപ്പെടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ആരായിരിക്കണം? പക്വതയുള്ളവരായിരിക്കണം. അപ്പൊ നമ്മുടെ അവസ്ഥ കണ്ടു വേണം മറ്റുള്ളവരും ആ ഒരു തലത്തിലേക്ക് എത്തപ്പെട്ട് പൂർണ്ണതയോടെ മുൻപോട്ട് വരാൻ. അപ്പൊ പ്രഹസനങ്ങളെയൊക്കെ മാറ്റി, പ്രകടനങ്ങളെ മാറ്റി, സ്ഥിതികളെ മാറ്റിയിട്ട് നാം ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ പക്വതയുള്ളവരായിട്ട് വളർന്നെങ്കിൽ മാത്രമേ, നിന്നെങ്കിൽ മാത്രമേ സഭ ഇനിയുള്ള പ്രതികൂല മേഖലകളിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ പദങ്ങൾ പറഞ്ഞ് ഞാൻ ഈ പദം ഇവിടെ നിർത്തി ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. നിങ്ങളറിയാമോ, ഞാൻ ഈ അടുത്തിടയിൽ ഞാൻ സൂററ്റിൽ പോയി. ഈ അടുത്തിടയിൽ ഞാൻ മുംബൈയിലേക്ക് പോയി. മുംബൈയിൽ ബാപ്പിയിൽ അവിടെ തന്നെ വസായി ഭാഗങ്ങളിലൊക്കെ ഞാൻ ശുശ്രൂഷ സംബന്ധമായിട്ട് പോവുകയുണ്ടായി. ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് പലയിടത്തും ഞാൻ അവിടെ ചെന്നപ്പോ പരസ്യമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്ത തലത്തിൽ വലിയ വലിയ എന്ന് പറഞ്ഞാൽ സ്കൂളുകൾ വെച്ച് പുലർത്തിയിരുന്ന സഭകൾ പോലും ഗവൺമെന്റ് അടച്ചു വെച്ചിരിക്കുക. ഗുജറാത്തിന്റെ കാര്യമാണ് ഞാനിത് പറയണേ. സഭകളെ അടച്ചു വെച്ചിരിക്കുക. സഭകളെല്ലാം പൂട്ടപ്പെട്ടു തുടങ്ങി. വിശ്വാസികൾക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല. ഞാൻ പോയത് മലയാളികളുടെ സഭയിലായതുകൊണ്ട് അവര് പറഞ്ഞു, ഇവിടെ എല്ലാവരും തോമസും ഐസക്കും ചക്രിയായും അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ ആരാധിച്ചോ, നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ആരാധിച്ചോ. പക്ഷെ ഇതിന്റെ അകത്തൊരു ഉണ്ണികൃഷ്ണൻ വരാൻ പാടില്ല. ഇതിന്റെ അകത്തൊരു എന്താണ് ഇതിനകത്ത് മറ്റു മതത്തിൽപ്പെട്ടവർ വരാൻ പാടില്ല. വന്നാൽ അവർ ആ സഭ പൂട്ടിക്കും. ഒരു വ്യക്തിയെങ്കിലും, ഒരു മോഹൻ വന്നാൽ പോയി, ഒരു ജയപ്രകാശ് വന്നാൽ പോയി, ഹൈന്ദവ പേരുള്ള ആരെങ്കിലും വന്നാൽ പോയി. അപ്പൊ അതുകൊണ്ട് അവർ പറയുന്നു, ഞങ്ങളുടെ കൂടെ കുറച്ച് ഹിന്ദിക്കാരുണ്ടെങ്കിൽ പോലും അവരുടെ പേര് ഞങ്ങൾ പറയുന്നത് എന്താണ്? ത്രേസ്യാമ്മ, ജോഹി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവരോട് വെച്ചിരിക്കണേ. ID പ്രൂഫ് അവരവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സഭകൾ പൂട്ടപ്പെട്ടു തുടങ്ങി. അവിടെ നിന്ന് ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വരിക. സൗത്ത് ഇന്ത്യ മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ പ്രകസനങ്ങളും പ്രകടനങ്ങളും കാണിച്ച് കൺവെൻഷനുകളൊക്കെ വെച്ച് ഇങ്ങനെ പൊടിപൂരം നമ്മളിങ്ങനെ തകർത്ത് തിമിർത്ത് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശക്തമായ ഭാഷയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരാത്മീക പക്വതയിലേക്ക് നമ്മൾ എത്തപ്പെട്ടില്ല എങ്കിൽ, അങ്ങനെ ഒരു ശുശ്രൂഷ നമ്മൾ ചെയ്തില്ല എങ്കിൽ, അങ്ങനെ നമുക്ക് വളരാനും പണിയാനും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല.
ഈറ്റുനോവിന്റെ ആരംഭം വന്നു കഴിഞ്ഞു എന്ന് കർത്താവ് പറയുമ്പോൾ തന്നെ ഇനി അങ്ങോട്ട് 2024 എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു കാലഘട്ടമല്ല. വളരെ പ്രതികൂലങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. വളരെ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തലത്തിൽ സഭ വല്ലാതെ പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തപ്പെടാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് അതിനോട് യോജിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ പ്രശ്നത്തിന് നടുവിലും ഈ പ്രതികൂലത്തിന് നടുവിലും പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ആത്മീകമായിട്ടൊരു പക്വത ഉണ്ടായിരിക്കണം. നമുക്ക് ആത്മീകമായിട്ടൊരു വളർച്ച ഉണ്ടായിരിക്കണം. നമ്മൾ ആത്മീകമായിട്ട് നമുക്ക് എന്തുണ്ടാകണം? ആ ഒരു ശുശ്രൂഷയും ആ ഒരു ബിൽഡപ്പും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ, ആത്മീക പക്വതയും ആത്മീക വളർച്ചയും ഇല്ലെങ്കിൽ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പണിയാൻ പറ്റത്തില്ല. ശക്തമായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ ആ ഒരു പോയിന്റിൽ മാത്രം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിൽക്കുന്നുള്ളൂ. ഞാൻ അതിനപ്പുറമായിട്ട് ഒരു ക്ലാസ്സിൽ നമുക്ക് ഒത്തിരി നോട്ട്സുകൾ നമുക്ക് ഇവിടെ എഴുതാനുണ്ട്. ഒത്തിരി നോട്ട്സുകൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന തലത്തിൽ ഒത്തിരി നോട്ട്സുകൾ എഴുതാനുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് നമ്മുടെ ഇതിനകത്ത് വ്യക്തികൾ കുറവാണല്ലോ, അതുകൊണ്ട് അതിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആത്മീകമായിട്ടുള്ള പക്വതയിലേക്ക്, പൂർണ്ണ തലത്തിലേക്ക് എത്തപ്പെടണമെന്ന ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. സ്തോത്രം. നമ്മളിന്ന് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് പേരേ ഉള്ളൂ. നമ്മുടെ ആക്റ്റീവായിട്ടുള്ള കുറെ മെമ്പേഴ്സ് ഇന്ന് വന്നിട്ടില്ല. പലരും എനിക്ക് തോന്നുന്നു കൺവെൻഷൻ അതോടൊപ്പം തന്നെ വ്യക്തിപരമായുള്ള വിഷയങ്ങൾ എല്ലാം കാണും. വരുന്ന ക്ലാസ്സിൽ എല്ലാവരും കടന്നു വരണം. അനുഗ്രഹമായ രീതിയിൽ നമുക്ക് കുറെ നോട്ട്സ് ഒക്കെ വെച്ച് ശക്തമായ രീതിയിൽ നമുക്ക് ക്ലാസ് നമ്മൾ എടുത്തു പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഈ ചാപ്റ്ററിൽ കോഴ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോ ഇതിപ്പോ 4ാമത്തെ അധ്യായം തീരാറായി. 4 കഴിഞ്ഞിട്ട് 5 ഉണ്ട്, 6 ഉണ്ട്. ഇനി 2 അധ്യായം കൂടി കഴിയുമ്പോൾ എഫെസ്യർ ലേഖനം പര്യവസാനിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള ക്ലാസ്സുകളിൽ എല്ലാവരും വളരെ ഉത്സാഹത്തോടെ ശ്രദ്ധയോടെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ക്ലാസ്സുകൾ ഗംഭീരമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് കർത്താവ് നമ്മളെ ഒരുക്കട്ടെ, അതിന് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ ക്ലാസ്സിന് വിരാമം കുറിക്കുകയാണ്. ഒത്തിരി നോട്ട്സുകൾ നമുക്കുണ്ട്, ഒത്തിരി കാര്യാദികൾ എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനിന്ന് ഒറ്റ വാക്കിൽ നിൽക്കുകയാണ്. സഭ ആത്മീയമായിട്ട് എന്ത് ചെയ്യണം? അപ്പം ദൈവം നമുക്ക് കൃപാവരങ്ങൾ നൽകിയതിന്റെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ. കൃപാവരത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? കൃപാവരത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് നമ്മൾ ആത്മീകമായിട്ട് വളരണം, ആത്മീക പക്വതയിലേക്ക് എത്തപ്പെടണം. എങ്കിൽ മാത്രമേ ആത്മീകമായിട്ട് നമുക്കൊരു ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തുള്ളൂ, ആത്മീകമായിട്ട് നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും ദൈവനാമത്തിൽ പറയുന്നു, ഈ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തപ്പെടട്ടെ. അതിനുവേണ്ടി സർവ്വകൃപാലുവായ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇന്ന് നമ്മുടെ ആൾക്കാർ വളരെ കുറവായതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിർത്തുന്നത്. കർത്താവ് നമ്മളെ ഈ ക്ലാസ്സിനാൽ ധാരാളം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ബൈബിൾ ക്ലാസ് എത്രത്തോളം ദൈവം അനുഗ്രഹിച്ചല്ലോ, കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ബൈബിൾ പഠനം ആമേൻ അതിൻ്റെതായ നിലവാരത്തിൽ നമുക്ക് എടുക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ. കൃപാവരത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ, പഠിക്കുവാൻ ഇടയായി തീർന്നല്ലോ. ആത്മീകമായി വളരേണ്ടതിന് വേണ്ടിയാണ് കൃപാവരം ദൈവം നമ്മിൽ പകരുവാനിടയായി തീർന്നത്. വിശ്വാസത്തിൽ വളരണം, പക്വതയിൽ വളരണം, ശുശ്രൂഷയിൽ വളരണം, ആത്മീകമായ പക്വത എന്ത് ചെയ്യണം? പ്രാപിക്കുവാനിടയായി തീരണം. ഈ വചന പഠനങ്ങൾ അതിനായി കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ഇപ്പോൾ സ്റ്റീഫൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് ഈ ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ക്രിസ്തുയേശുവിൽ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യായാമത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എഫെസ്യർ ലേഖനത്തെ ആസ്പദമാക്കി 4-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി പ്രിയ ദേവദാസനോടെ കൃപാവരങ്ങളുടെ ഉദ്ദേശം എന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾക്ക് വളരെ വിസ്താരമായി കേൾക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ. ആത്മീയമായി നാം വളരണമെങ്കിൽ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആത്മീയമായി ജീവിക്കണം. സഭ ആത്മീയമായി വളരണം. നമ്മൾ പക്വതയിലേക്ക് എത്തണം, പൂർണ്ണതയിലെത്തണം. നമ്മൾ പണിയപ്പെടുന്നവരായിരിക്കണം.
അതുപോലെ നമ്മൾ മറ്റുള്ളവരെ പണിതെടുത്തിരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ സഭകൾ കാണിക്കുന്നത് പോലെ ഹല്ലേലൂയ പ്രഹസനങ്ങളാകാതെ സത്യസന്ധമായി ദൈവത്തെ ആരാധിക്കുവാൻ ദൈവിക പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണമെന്നുള്ള ശക്തമായ ഒരു ദൈവിക ദൂത് ദാസനിലൂടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ കേൾക്കുവാൻ ഇടയായ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദേവദാസനെയും കുടുംബത്തെയും തന്റെ ശുശ്രൂഷകളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഇന്നത്തെ ക്ലാസ് ലീഡ് ചെയ്ത സന്നിമത്തായി പാർഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വളരെ നല്ല നിലയിൽ ലീഡ് ചെയ്യാൻ നിന്റെ ദാസനെ ശക്തീകരിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി അനുഗ്രഹിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ ദൈവദാസന്മാരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കേൾക്കപ്പെട്ട ദൈവിക ആലോചനകൾ അവരുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേർനിരയിലായിരിക്കുന്ന തോമശ്ശേരിയാനെങ്കിലുള്ള കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റ് ഒഫീഷ്യൽസ് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും. മിനിസ്ട്രിക്ക് വേണ്ടി ശക്തമായി നിലനിൽക്കുവാൻ, മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ ശക്തമായി നിലനിൽക്കുവാൻ സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ട്രിനിറ്റി ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പേപ്പർ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം സാധൂകരിച്ചെടുക്കുവാൻ സഹായിക്കണം. സർവശക്തന്റെ ഇടപെടൽ അതിനകത്തുണ്ടാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനുഷ്യയിലെ സകല പ്രവർത്തനങ്ങളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശ്വസിപ്പിച്ച അൻപോടെ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും സഹവാഴ്ചവും നാം കേൾക്കപ്പെട്ട ദൈവവചനത്തിന്മേലും ദൈവദാസന്റെ മേലും മിനിസ്ട്രിയുടെ മേലും പങ്കെടുത്ത എല്ലാ ദൈവദാസിദാസന്മാരും ഇന്നു മുതൽ എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജയം നൽകിയ ദൈവത്തെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. ആമേൻ.